ബാക്ക് ടു ഹിന്ദി യൂണി. നമ്മളെ വീട്ടിനുള്ളിൽ നമ്മളെ ഫാമിലിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നമ്മളെ ഫാമിലിയിലുള്ള ഓരോ മെമ്പേഴ്സിനെ നമ്മൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഹിന്ദിയിൽ എന്ന് നോക്കിയാലോ. നമ്മൾ അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി എന്നൊക്കെ പറയില്ലേ, ഇവരൊക്കെ എങ്ങനെയായിരിക്കും ഇവരെയൊക്കെ ഹിന്ദിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് അച്ഛൻ എന്നതിൽ നിന്നും തുടങ്ങാം. അച്ഛൻ എന്നതിന് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് പാപ്പ അല്ലെങ്കിൽ പിതാജി എന്നൊക്കെയാണ്. പാപ്പ, പിതാജി, ബാപ്പു എന്നൊക്കെ നമുക്ക് പറയാം. കോമൺ ആയിട്ടും പറയാറുള്ളത് പാപ്പ അല്ലെങ്കിൽ പിതാജി എന്നാണ്. അപ്പൊ നിങ്ങൾ ഈ രണ്ട് ടേംസും ഓർത്ത് വെക്കുക. ഇനി അമ്മ, അമ്മ എന്നതിന് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് മാ എന്നാണ്. മാ അല്ലെങ്കിൽ മാതാജി, മാ, മാതാജി, ഈ രണ്ട് ടേംസുമാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് ചേട്ടൻ എന്ന് പറയണം. ചേട്ടൻ എന്ന് പറയാൻ നമുക്ക് ഭായി, ഭയ്യ, ഇത് എല്ലാവർക്കും അറിയാണ്ടാവും അല്ലെ. ഭായി, ഭയ്യ എന്നൊക്കെയാണ് കോമൺ ആയിട്ട് പറയാറുള്ളത്. ഇനി നമുക്ക് ചേച്ചി അല്ലെങ്കിൽ സഹോദരി എന്ന് പറയാൻ ബഹൻ എന്നാണ് പറയാറുള്ളത്. ഇത് നമ്മളുടെ എൽഡർ സിസ്റ്റർ ആവുമ്പോൾ നമ്മൾ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് ദീദി എന്ന് വിളിക്കാറുണ്ട്, ബഹൻ അല്ലെങ്കിൽ ദീദി. ഇനി നമുക്ക് മുത്തശ്ശൻ, മുത്തശ്ശി എന്ന് പറയാം. ഇത് ഹിന്ദിയിലെ രണ്ട് ടേംസ് ഉണ്ട്. അതായത് അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ അമ്മയ്ക്കും നമ്മൾ ഹിന്ദിയിൽ പറയാ ദാദ ആൻഡ് ദാദി എന്നാണ്. ദാദ എന്നാൽ അച്ചച്ചൻ, ദാദി എന്നാൽ അച്ഛൻ്റെ അമ്മ. ഇനി അതേപോലെ തന്നെ അമ്മയുടെ അച്ഛൻ എന്നതിന്, അമ്മച്ചൻ എന്നതിന് നമ്മൾ ഹിന്ദിയിൽ പറയാ നാനാജി എന്നാണ്. നാന, നാന അല്ലെങ്കിൽ അമ്മയുടെ അമ്മയ്ക്ക് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് നാനി എന്നാണ്. നാന, നാനി, ദാദാ, ദാദി, ഈ രണ്ടും കൺഫ്യൂസ്ഡ് ആവരുത്, ഓർത്ത് വെക്കുക. ഇനി അടുത്തൊരു ടേമാണ് നമുക്ക് അമ്മായി എന്ന് പറയില്ല. അച്ഛൻ്റെ സിസ്റ്ററിനെ നമ്മൾ അമ്മായി എന്ന് വിളിക്കാറുണ്ട്. ഇതിനെ നമുക്ക് ഹിന്ദിയിൽ ബുവാജി എന്നാണ് പറയാ, ബുവാജി. ഇനി അതുപോലെ തന്നെ നമ്മൾ മദർ ഇൻ ലോ എന്ന് പറയാറില്ലേ, മദർ ഇൻ ലോക്ക് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് സാസുമ എന്നാണ്, സാസുമ. ഇനി നമ്മൾ അതേപോലെ തന്നെ ഫാദർ ഇൻ ലോ എന്ന് പറയില്ലേ, ഫാദർ ഇൻ ലോനെ നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് സസുർജി എന്നാണ്. സസുർജി അല്ലെങ്കിൽ സാസ് എന്നൊക്കെ പറയും. സാസ്, സസുർജി, സാസ്. സാസ് എന്നത് അമ്മായി അമ്മ എന്നതിനും യൂസ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് ഭർത്താവിൻ്റെ ചേട്ടൻ. ഇവരെങ്ങനെയായിരിക്കും നമ്മൾ പറയാ, ജേഠ് എന്നാണ് പറയാ, ജേഠ് ജി എന്നാണ് പറയാ, ജേഠ് ജി. ഇനി അതേപോലെ അവരുടെ വൈഫിനെ, ഭർത്താവിൻ്റെ ചേട്ടൻ്റെ വൈഫിനെ നമ്മൾ പറയുന്നത് ജേഠാനി ജി എന്നാണ്, ജേഠാനി ജി. ഇനി ഭർത്താവിൻ്റെ അനിയനാണെങ്കിൽ അവരെ നമ്മൾ പറയുന്നത് ദേവർജി എന്നാണ്, ദേവർ, ദേവർജി. ദേവർജിയുടെ വൈഫിനെ നമ്മൾ പറയുന്നത് ദേവ്രാണി ജി എന്നാണ്, ദേവ്രാണി അല്ലെങ്കിൽ ദേവ്രാണി ജി. ഇനി ഹസ്ബൻഡിന് എന്താ പറയാ, പതി, അതെല്ലാവർക്കും അറിയായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അത് പറയാതിരുന്നത്. ഇനി വൈഫിനെ ആണെങ്കിലോ പത്നി എന്നാണ് പറയാ. ഇനി കുട്ടികൾ എന്നതിന് നമുക്ക് ബച്ചെ എന്ന് പറയാം. മകൻ ആണെങ്കിൽ ബേട്ട എന്ന് പറയാം, മകളാണെങ്കിൽ ബേട്ടി എന്നും പറയാം. ഇപ്പൊ ബേസിക് ആയിട്ട് ഒരു ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും നിങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പഠിച്ചല്ലോ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. മിൽത്തെ ഹെ അഗ്ലി വീഡിയോ में, तब तक के लिए बाय बाय.